നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഇതാണ് എൻ്റെ കോളേജ്. വെൽക്കം ടു ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാറ്റൂർ. ഹിയർ ഇസ് ദ പ്ലേസ് വെയർ ഫ്യൂച്ചർ ബിൽഡ്സ്. സോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇലക്ട്രോണിക്സിൽ 2 ബാച്ചസ് ആണ് വരുന്നത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 4 വർഷം ഇവിടെ ഈസി പഠിച്ച ചേച്ചിമാരോട് നമുക്ക് ചോദിക്കാം, അവർക്ക് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടായി, എന്തുകൊണ്ട് അവരിതെടുത്തു? ഞാൻ ഈസി എടുക്കാനുള്ള കാരണം എനിക്ക് ലോക്കോ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു, RRBയുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈസി എടുത്താലുള്ളൊരു ബെനഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ബോത്ത് നമുക്ക് ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യമൊക്കെ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഈസി എന്താണെന്നോ, അല്ലേ എന്തിനെ പറ്റിയാണ്, എന്ത് പഠിക്കുന്നു, അങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഈസി എടുത്താൽ നമുക്ക് ബോത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഫീൽഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഞാൻ 4 ഇയേഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആകുമ്പം എനിക്കൊരു ജോലിയോടെയാണ് ഞാൻ ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. പ്ലേസ്മെൻറ്റിൽ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ട്രയൽ എനിക്ക് ആക്ച്വലി കിട്ടിയില്ല, പ്ലേസ്ഡ് ആയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പൊക്കെ ആയിരുന്നു, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഡെസ്പായിരുന്നപ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും, പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സും എല്ലാവരും എന്നെ ഗൈഡ് ചെയ്ത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് കണ്ടുപിടിച്ച് തരികയും എന്നെ കൂടുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് സെക്കൻഡ് പ്ലേസ്മെൻറ്റിൽ തന്നെ എനിക്ക് IJ ലൈറ്റിംഗ് ഹാർഡ്വെയർ കമ്പനിയിൽ എനിക്ക് പ്ലേസ്ഡ് ആകാൻ പറ്റി. അപ്പോൾ ഇവിടെ കുറച്ച് പേരൻസ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എന്തിനാ ശ്രീബുദ്ധ കോളേജ് ചൂസ് ചെയ്തത്? ക്യാമ്പസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പേരൻ്റ് എന്ന നിലയിൽ എൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിസിപ്ലിനോടുകൂടി നല്ല രീതിയിൽ കെയർ ചെയ്ത് കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു കോളേജിൽ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഹായ്, എൻ്റെ പേര് അമൃത. ഞാനിവിടെ ശ്രീബുദ്ധ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നതാണ്. എനിക്ക് എന്തുകൊണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇത് വന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ വല്ലാണ്ടങ്ങ് ക്യാമ്പസ് ആയാലും എനിക്ക് ഇവിടെ ഞാൻ പഠിച്ചവരുടെ അടുത്തൊക്കെ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു, റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നല്ലതാണ്, അവിടെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ വിശാലമായ ലൈബ്രറി. ഇതാണ് നമ്മുടെ റീഡിംഗ് സ്പേസ്. സോ ഇതാണ് നമ്മുടെ ശ്രീബുദ്ധയുടെ ഇൻക്യുബേഷൻ സെൻറ്റർ. ഈ ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ കീഴിൽ തന്നെ 12 കമ്പനീസ് നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. സോ അതിൽ ഓപ്പൺ ലീവ്സ് എൻ്റെ ബ്രദറിൻ്റെ ആണ്. ഞാനിപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂക്ലാബ്സ് സ്റ്റാർട്ടപ്പിലാണ്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ എനിക്കൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അതാണ് ഈ കോളേജിലെ ഏറ്റവും നല്ല പ്ലസ് പോയിൻറ്റ്.